ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ബിറ്റ്കോയിൻ ഹാവിംഗ് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സംഭവിക്കാനായിട്ട് പോവുകയാണ്. ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. സോ മെയിനായിട്ട് ബിറ്റ്കോയിൻ്റെ കുറച്ച് അനാലിസിസ് ഒക്കെ ആയിരിക്കും നമ്മളിന്ന് മെയിനായിട്ട് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സമയം കളണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ പതിവ് പോലെ തന്നെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ദ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് ഈസ് $2.27 ട്രില്യൺ. ഒരു 0.57% ഇൻക്രീസ് ആണ് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പിൽ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് കൂടി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ ഒരു 101.86 ബില്യൺ ആയിട്ട് അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു 4.18% ഇൻക്രീസ് ആണ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയത്തിൽ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് ബിറ്റ്കോയിൻ ഡൊമിനൻസ് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ ഡൊമിനൻസും അവിടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു 0.18% ഇൻക്രീസ് ബിറ്റ്കോയിൻ ഡൊമിനൻസിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു 54% ആണ് ഇപ്പോഴത്തെ ബിറ്റ്കോയിൻ ഡൊമിനൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് 59 ആണ്. ഒരു ന്യൂട്രൽ ആയിട്ട് അത് വീണ്ടും വന്നിട്ടുണ്ട്. ആൻഡ് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ മറ്റുള്ള ഓൾട്ട് കോയിൻസിൻ്റെ വിഷയങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 24 അവറിൽ ഒരു 5.59% ഇൻക്രീസ് ബിറ്റ്കോയിൻ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1 അവറായിട്ട് ഒരു 4% ഇൻക്രീസ് ബിറ്റ്കോയിൻ സംഭവിച്ചിട്ടുണ്ട്. $64,000 ബിറ്റ്കോയിൻ എത്തിയിട്ടുണ്ട്. എത്രയും നോക്കുകയാണെങ്കിൽ എത്രയും ഒരു $3,100 എത്തിയിട്ടുണ്ട്. ഒരു 3.38% ഇൻക്രീസ് എത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. BNB-യിലായാലും സൊളാനയിലായാലും ഒട്ടുമിക്ക എല്ലാ ഓൾട്ട് കോയിൻസിലായാലും ഇന്ന് കുറച്ച് ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പ്രീ ഹാവിംഗ് പമ്പാണോ എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് പറയാറായിട്ടില്ല. കാരണം ഇന്ന് ചെറിയ രീതിയിലുള്ളൊരു ഡംപ് ചെറിയ രീതിയിലുള്ളൊരു ഡൗൺ മൂവ്മെൻറ്റ്, സഡൻ ആയിട്ടുള്ള ഡൗൺ മൂവ്മെൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് പലരുടെയും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്റ്റോപ്പ് ലോസ് പേഴ്സണലി ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ന്യൂസാണ്. ഇസ്രായേൽ ഒഫീഷ്യലി ലോഞ്ചസ് അറ്റാക്ക് ഓൺ ഇറാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ന്യൂസിനെ ബന്ധപ്പെട്ടുകൊണ്ട് പെട്ടെന്നുള്ള ഒരു ഡംപ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരുപാട് പേരുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഗോൾഡിൻ്റെ പ്രൈസ് അതോടൊപ്പം തന്നെ ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം ഗോൾഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും ബിറ്റ്കോയിൻ്റെ പ്രൈസ് പെട്ടെന്ന് തന്നെ ഒരു സഡൻ ആയിട്ടുള്ള ഒരു ഡിക്രീസ് സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസുകളും ഈ ഒരു പ്രീ ഹാവിംഗ് ഇവൻ്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്, പ്രീ ഹാവിംഗ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്. ആൻഡ് ബിറ്റ്കോയിൻ്റെ ഹാവിംഗ് കൗണ്ട് ഡൗൺ നോക്കുകയാണെങ്കിൽ ഒരു 101 ബ്ലോക്കുകൾ കൂടെ അവിടെ റിമൈനിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു 15 മണിക്കൂറിനുള്ളിലായിരിക്കും ഈ ഒരു ബിറ്റ്കോയിൻ ഹാവിംഗ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഒരു ടൈം കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു ടൈമിനെ ബേസ് ചെയ്തുകൊണ്ടല്ല, ഒരു 2,10,000 ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഒരു ബിറ്റ്കോയിൻ ഹാവിംഗ് സംഭവിക്കുന്നത്. സോ ആ ഒരു 2,10,000 ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈമാണ് ഒരു 4 വർഷം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു 101 ബ്ലോക്കുകൾ കൂടെ റിമൈനിങ് ആണ്. സോ ആ 101 ബ്ലോക്കുകൾ കൂടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഹാവിംഗ് സംഭവിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ബിറ്റ്കോയിൻ ഹാവിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. ബിറ്റ്കോയിൻ്റെ ചാർട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, നിങ്ങൾക്ക് ഒരു നോൺ KYC എക്സ്ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ബിങ്ങക്സ് എന്ന് പറയുന്ന എക്സ്ചേഞ്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് ആണ്. അടിപൊളി യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ്. ബൈനാൻസ് ബൈബിറ്റ് ഒക്കെ പോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് ആണ്. നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ട്രേഡ് ചെയ്യാനായാലും ഇൻവെസ്റ്റ് ചെയ്യാനായാലും നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സുകളെല്ലാം തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ റെഫറൽ ലിങ്ക് വെച്ചുകൊണ്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഒരു റിവാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യാം. ബിറ്റ്കോയിൻ്റെ ചാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഡോളർ ഇൻഡെക്സിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാം. കാരണം ഡോളർ ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റ് പലപ്പോഴും ബിറ്റ്കോയിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡോളർ ഇൻഡെക്സ് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ വളരെ ശക്തമായിട്ടൊരു മുകളിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോളർ ഇൻഡെക്സിൽ ഒരു ബാരിഷ് RSI ഡൈവർജൻസ് കാണാൻ പറ്റും. ഒരു ഈക്വൽ ആയിട്ടുള്ള ഹൈസ് ആണ് ആൻഡ് ഒരു ലോവർ ഹൈസ് ആണ് ഇവിടെ RSIയിൽ സംഭവിച്ചിട്ടുള്ളത്. സോ ഇതൊരു RSI ബാരിഷ് ഡൈവർജൻസ് ആണ്. സോ ഡോളർ ഇൻഡെക്സിൽ ഇതുപോലൊരു ഡൗൺ മൂവ്മെൻറ്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിറ്റ്കോയിലും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ സാധിക്കും. കാരണം ഡോളർ ഇൻഡെക്സ് എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ബിറ്റ്കോയിനുമായിട്ട്. സോ അത്തരത്തിലുള്ളൊരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി അതല്ല, ഇവിടെ തിരിച്ചൊരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് ഡോളർ ഇൻഡെക്സ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ബാരിഷ് ഡൈവർജൻസ് ആയിട്ട് മാറുകയും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഡോളർ ഇൻഡെക്സിൽ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ബിറ്റ്കോയിനിലൊരു ഡൗൺ മൂവ്മെൻറ്റിനുള്ള കാരണമാകും. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക് ആയിട്ട് നമ്മൾ ആദ്യമേ തന്നെ പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡോളർ ഇൻഡെക്സിൻ്റെ അനാലിസിസ് തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഡോളർ ഇൻഡെക്സ് കാണിച്ചു തരുന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. ഡോളർ ഇൻഡെക്സ് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു ബാരിഷ് ഡൈവർജൻസ് ആണ്. സോ ഡോളർ ഇൻഡെക്സ് താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിനൊരു പമ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് ബിറ്റ്കോയിൻ്റെ ഒരു 12 hour ടൈം ഫ്രെയിമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സാധ്യതയാണ്, ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള സാധ്യതയാണ്. കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ആ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്നും നല്ല രീതിയിലുള്ള റിജക്ഷൻ കിട്ടുന്നുണ്ട്. ഒരു ലിക്വിഡിറ്റി ഗ്രാബിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെയുള്ള ലിക്വിഡിറ്റി എല്ലാം എടുത്തതിന് ശേഷം പ്രൈസ് ശക്തമായിട്ട് തന്നെ മുകളിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു 12 hour ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. വളരെ വലിയ ഒരു ലോ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ക്യാൻഡിൽ തിരിച്ച് മേലെ കയറിയിട്ടുണ്ട്. സോ അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡോളർ ഇൻഡെക്സിൽ ഇവിടെ നമുക്കൊരു ബാരിഷ് ഡൈവർജൻസ് കിട്ടി, പ്രൈസ് താഴേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഇവിടെ ബിറ്റ്കോയിനിൽ പ്രൈസ് മുകളിലേക്ക് പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ 12 hour ടൈം ഫ്രെയിമിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു സൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഓക്കെ. ആൻഡ് ഒരു ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് കുറച്ചുകൂടെ കൺഫർമേഷൻസ് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫോർവേഡ് ടൈം ഫ്രെയിമിലാണ് നിൽക്കുന്നത്. ആൻഡ് ഈ ഫോർവേഡ് ടൈം ഫ്രെയിമിൽ നമുക്കൊരു ബുള്ളിഷ് ഡൈവർജൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഡോളർ ഇൻഡെക്സിൽ നമുക്ക് ഇവിടെ ഒരു ബാരിഷ് ആയിട്ടുള്ള ഡൈവർജൻസ് ആണ് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിൽ ഒരു ബുള്ളിഷ് ഡൈവർജൻസ്, ബുള്ളിഷ് RSI ഡൈവർജൻസ്, ഇവിടെ പ്രൈസ് ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ RSI ഇവിടെ ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതൊരു ബുള്ളിഷ് ഡൈവർജൻസ് ആണ്. ആൻഡ് ഇവിടെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. പക്ഷേ ഹാവിങ് നടക്കാനായിട്ട് കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനൊരു ട്രേഡ് എടുക്കാനായിട്ട് ഒരിക്കലും നിങ്ങളെ അഡ്വൈസ് ചെയ്യില്ല. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് നടത്താം, അതിനുശേഷം മാത്രം ഒരു തീരുമാനം എടുക്കാം. ഓക്കെ. അപ്പോൾ ഫോർവേഡ് ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു കാര്യമാണ്. ആൻഡ് അതുപോലെ തന്നെ 1 hour ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോർവേഡ് ടൈം ഫ്രെയിമിൽ നിന്നും 1 hour ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ശക്തമായിട്ടുള്ള ഒരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്, ട്രെൻഡ് ലൈനിൽ ശക്തമായിട്ടൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് വീണ്ടും ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് ഒരു റീടെസ്റ്റ് നടത്തുന്നു, ശക്തമായിട്ടുള്ള റിജക്ഷൻ അവിടെ സംഭവിക്കുന്നു, ദെൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലൂടെ ഫോം ആകുന്നു. സോ ഇതും നമുക്ക് വേണമെങ്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. സോ വീണ്ടും 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 നമുക്ക് ബിറ്റ്കോയിനിൽ കാണാൻ സാധിക്കുന്നത് ഒരു 12 hour ടൈം ഫ്രെയിമിലായാലും 4 hour ടൈം ഫ്രെയിമിലായാലും 1 hour ടൈം ഫ്രെയിമിലായാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ വേണമെങ്കിൽ നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാം. പക്ഷേ അതിനുള്ള ഒരേ ഒരു തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ ബിറ്റ്കോയിൻ ഹാവിംഗ് ആണ്. സോ ബിറ്റ്കോയിൻ ഹാവിംഗ് ടൈമിൽ ഒരുപാട് പേര് ബിറ്റ്കോയിനിൽ ട്രേഡ് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ആ ഒരു ഹാവിംഗ് ടൈം നോക്കി ഇരിക്കുകയായിരിക്കും. സോ ആ ഒരു ടൈമിൽ വളരെ ശക്തമായിട്ടുള്ള വോളറ്റിലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ പെട്ടെന്ന് ഹ്യൂജ് ആയിട്ടൊരു മാനിപ്പുലേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സമയങ്ങളിൽ ട്രേഡ് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായി പോകുമെന്ന് പേടിച്ചുകൊണ്ട് ആരും തന്നെ ചാടിക്കറി ട്രേഡ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട. കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇനിയും നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ. എല്ലാ ദിവസവും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഒരു സ്ഥലമാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായാലും വീണ്ടും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഓപ്പർച്യൂണിറ്റീസ് വരും. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കണക്ക് നടത്താം. അതിനുശേഷം മാത്രം ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം, ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്ക് തീരുമാനിക്കാം. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.